ഹായ്, ഗാലറിയിൽ നിന്ന് പൊടി തട്ടിയെടുത്ത് മറ്റൊരു വീക്കെൻഡ് പരിപാടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇതങ്ങ് സമ്മറിലൊരു വീക്കെൻഡാണ്. നമ്മളിപ്പോൾ ഏകദേശം വിൻ്റർ എത്താറായി. എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ ഈ പോക്ക് സെഫ്റ്റം പാർക്കിലേക്കാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ വേറെ കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. വഴിയേ കാണാം. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് ലങ്കോ പൈതലി എന്ന് പറഞ്ഞൊരു കടയാണ്. ഒരു ബേക്കറി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഭയങ്കര സൂപ്പറാണ്. ഏത് നേരം നോക്കിയാലും എടുക്കാത്താക്കിയുക. അപ്പം അവിടെ എത്തുമ്പോൾ കാണാം. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ക്യൂ നിന്ന് അവസാനം അതിൻ്റെ അകത്ത് കയറി. ഇരിക്കണ അടിപൊളിയല്ലേ? അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ആവശ്യത്തിലധികം സാധനം പെറുക്കി ഞാൻ ഇറങ്ങി. എങ്ങോട്ടാന്നല്ലേ? അടുത്ത ഫുഡടി ബ്രഞ്ച്. ശരിക്കും ഉദ്ദേശം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊരു ഉച്ചരയായി. അതുകൊണ്ട് ബ്രഞ്ചായി. ഞാനിപ്പോൾ നടക്കുന്ന ലാർക്ക് ലൈനിൽ കൂടെയാണ്. ഇത് ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര ക്യൂട്ട്സി ഷോപ്സ്, ഫ്ലവർ ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ അടുത്ത ഫുഡ് അടിക്കാനായിട്ട് മിന്നാന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി ടർക്കിഷ് എഗ്സ് ആണ് വാങ്ങിയത്. ഭയങ്കര യമ്മി ഹോൾസം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫുഡ് കഴിച്ച സന്തോഷത്തിൽ വീണ്ടും ഇറങ്ങി നടന്നു. ഇന്നത്തെ ഈ കറക്കത്തിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. വെറുതെ ആ കടകൾ ഈ കടകളൊക്കെ കയറി ഇറങ്ങി അനാവശ്യമായി കുറച്ച് കാശൊക്കെ കളഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാം. അതാണ് ഇന്നത്തെ ഉദ്ദേശം. നിങ്ങൾ ലിവർപൂളിൽ വരികയാണെങ്കിൽ എന്തായാലും പോയിരിക്കേണ്ട 2 സ്ഥലമാണ് സെഫ്റ്റൺ പാർക്ക്, ലാർക്ക് ലൈൻ. സെഫ്റ്റൺ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലാർക്ക് ലൈൻ. അവിടെ ഒരുപാട് ത്രിഫ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ത്രിഫ്റ്റ് ഷോപ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരിക. കുറേ ആൻറ്റിക് ഭയങ്കര ക്യൂട്ട് സാധനങ്ങൾ കിട്ടും. ഇതൊരു ത്രിഫ്റ്റ് ഷോപ്പിൻ്റെ അകത്താണ്. എന്ത് രസമല്ല കാണാൻ. കുറേ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളും ഉണ്ടാക്കി വെക്കുന്ന ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ത്രിഫ്റ്റ് ഷോപ്പാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല വിലയായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് തിരിച്ചിറങ്ങി. ഇറങ്ങിയത് അടുത്ത കടയിൽ പോകാനാ. തീ ഞെക്കിയ ലൈറ്റ് വരുന്ന ഐറ്റം പ്രേമലൂല് കണ്ട ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഓർമ്മ ഉണ്ട്. അങ്ങനെ ആ കടയിലുള്ള സാധനങ്ങളൊക്കെ ലൈറ്റൊക്കെ കത്തിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും വാങ്ങാണ്ട് ഇറങ്ങി. ഈ സമ്മറിൻ്റെ ലാസ്റ്റ് ബിറ്റ്സ് ആൻഡ് പീസസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ കറങ്ങി തിരിഞ്ഞ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞതോടെ നമ്മൾ നേരെ സെഫ്റ്റം പാർക്കിലേക്ക് വിടുന്നു. കുറച്ചധികം നാളായി ഞാൻ ഈ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് ഈസ്തറ്റിക് ആയിട്ടുള്ള സൗണ്ടൊക്കെ ഇട്ട് ക്യാപ്ഷനൊക്കെ ഇട്ട് ഇറക്കാമെന്ന് വിചാരിച്ച് ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ പരിപാടി ഞാൻ ഇപ്പോഴൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഈ വർഷമല്ല, അടുത്ത വർഷം പോലെ ഈ വീഡിയോ ഇറങ്ങില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനങ്ങ് വോയിസ് ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആരെങ്ങനെ ഞാൻ വെറുതെ വിടില്ല, കേട്ടിട്ട് പോയാൽ മതി. ആ വഴിക്ക് കുറച്ച് പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടോ? നടന്ന് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അതിൽ നിന്ന് ഈ സാധനം എടുത്ത് കഴിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു ബ്രൗണിയും ഉണ്ട്. നല്ല രസമുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് ലോട്ടസ് ബിസ്കോഫ് ആയിരുന്നു. ആദ്യത്തത് ബ്രൗണി എന്തോ ആയിരുന്നു. ആരെങ്കിലും ലങ്കോ പോകുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പാർക്കിൽ കുറേ തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഭയങ്കര വലിയ പാർക്കായതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും. പക്ഷേ ഇത് മൊത്തം പായൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കുളം പോലത്തെ സംഭവമാണ്. പക്ഷെ ഫുൾ പായൽ പിടിച്ചിട്ട് അവിടെ ആ കുഞ്ഞു കുഞ്ഞു ഡക്കല്ലേ, ആ പക്ഷി ഡക്കായിരിക്കും.
എന്തൊരു ക്യൂട്ടല്ലേ, അമ്മയും കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പുറകെ 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 പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പക്ഷികളെ കാണാനായിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് 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 നമ്മൾ ദേ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വേറെ കുറേ പക്ഷികൾ. ഇവിടെ ഗീസ്, ഗൂസ്, സ്വാൻ, പിന്നെ പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ഫാമിലീസ് വന്നിട്ട് പിള്ളേരെയൊക്കെ കൊണ്ട് ഇവിടെ ഫീഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. എനിക്ക് പാർക്കിൽ കിടന്ന് ബുക്ക് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ബുക്കൊക്കെ പറക്കിയാൽ പോയെ. അവിടെ ചെന്ന് കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ അതെല്ലാം കൂടെ കെട്ടിപ്പറക്കി വേഗം ഓടി ബസ്സിൽ കയറി. അങ്ങനെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നു. ഇത് കണ്ടോ, ഇതാണ് ബോംബ്ഡ് ഔട്ട് ചർച്ച്. അത് ഞാൻ വേറൊരു ദിവസം വീഡിയോയിൽ കാണും. അപ്പോൾ ഇത്രയും നേരം സഹിച്ചും ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പോണ വഴിക്ക് സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഞെക്കണേ. ബൈ.